ഹലോ, എല്ലാവരും സുഖമായിരിക്കണോ? ഇത് കേക്കൊന്നല്ല കേട്ടോ, റാഗിയും ഏത്തപ്പഴമൊക്കെ വെച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഈ ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കാത്ത നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ കാണില്ലേ, അവർക്ക് എപ്പോഴും അയൺ ഡെഫിഷ്യൻസി ഒക്കെ കാണും. നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും ഈ റാഗി അയൺ ഡെഫിഷ്യൻസിക്കൊക്കെ ഏറ്റവും നല്ലൊരു റെമഡിയാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എണ്ണ അളവ് നിന്ന് ലേശം നെയ്യ് മതിയാവും. അതിലേക്ക് ഒരു ഏത്തപ്പഴം നന്നായി പഴുത്താണ് കേട്ടോ, ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ചെറിയ തേങ്ങ ചേർത്തിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിന് കളറൊന്നും മാറി വരണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ജീരകവും പൊടിച്ചാണ് ചേർക്കുന്നത്. ഞാനിത് രണ്ടും ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ആണെങ്കിൽ രണ്ടും ഓരോ ടീസ്പൂൺ വീതം ചേർക്കാം കേട്ടോ, പൊടിച്ചത്. അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ്. ശർക്കര പാനിക്ക് ഇന്ന അളവൊന്നുമില്ല, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ ടേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്രയാണ് മധുരം വേണ്ടത് അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതോട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഏത്തക്കയിലേക്കൊക്കെ ശർക്കര നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇനി വേണ്ടത് റാഗിപ്പൊടിയാണ്. ഇത് ഞാൻ 1/2 കപ്പ് റാഗിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട്. നിങ്ങളുടെ കയ്യിൽ റാഗി ഉണ്ടെങ്കിൽ അത് പൊടിച്ചാണെങ്കിലും മതി കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്, നല്ല ഫൈനായിട്ട് പൊടിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ പൊടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് റവയാണ്. ആ റവയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അല്പം അയഞ്ഞ ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. വെള്ളം ഒത്തിരി കൂടി പോകരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതൊരല്പം ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്, കാരണം നമ്മൾ റവ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ റവ ഈ വെള്ളത്തിൽ ഒന്ന് സോക്കാവുമ്പോൾ തന്നെ ഇച്ചിരി ഒന്ന് ടൈറ്റ് ആവും. അതുകൊണ്ട് ഒരല്പം റെനി ആയിട്ടുള്ള ബാറ്ററാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു കേട്ടോ എത്രയാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിന്ന്. നമുക്കിങ്ങനെ കോരി ഒഴിക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇവിടെ നല്ല മഴ വരാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലൊക്കെയുള്ള നല്ലൊരു ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്രീസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളിലേക്ക്, നമ്മൾ ഇത് ആവിയിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കാനുള്ള പാത്രങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ 2 തട്ടാണ് എടുത്തിരിക്കുന്നത്. ഈ അളവിൽ എനിക്ക് ഇതുപോലത്തെ 2 തട്ടത്തിന് ഒഴിച്ച് വെക്കാനായിട്ടുള്ളതുണ്ടായിരുന്നു. അതായത് 2 നമ്മൾ ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ 1/4 ഭാഗം നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിലോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റീം ചെയ്യാൻ വെക്കുന്നത് അങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. ഇടയ്ക്ക് ടൂത്ത് കുത്തി നോക്കുക വെന്തോന്ന്. ടൂത്ത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തതാണ് അർത്ഥം. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് വെന്തോ, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. നല്ല ചൂടാണിത്. നമുക്കിപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കാൻ പറ്റില്ല. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തു. ഇത് കണ്ടില്ലേ, 2 പാത്രങ്ങളിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2 നന്നായി തണുത്ത് നല്ല തിളക്കാണ് കേട്ടോ. ഇതിന് നല്ല ഗ്ലോസി ആയിട്ടുള്ളൊരു പലഹാരമാണ്.